വാലിയിലെ സോളങ് വാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. വാ. ഇതൊരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ജയൻറ്റ് സിങ് കണ്ടോ. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യുക. ഡയറക്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും പൈസ കുറച്ച് കുറവാണ്. താഴേന്ന് കയറി വരുമ്പോൾ ഇങ്ങനെ പാക്കേജുമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് ഒരു പൊടിക്ക് റേറ്റ് കൂടുതലാണ്. ഇവിടെ ഇത് ഡയറക്റ്റ് ബുക്കിംഗ് ആണ്. ഇതാണ് കണ്ടോ ജയൻറ്റ് സിങ്. 2 ഊഞ്ഞാലാണുള്ളത്. അതിൽ ഒരു മെഷീൻ വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം അത് മുകളിലേക്ക് ഇങ്ങനെ പറക്കാൻ പറ്റും. ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് പയ്യെ പൊങ്ങി വരുവാണ്. ആ വള്ളിയല്ല, അത് മെറ്റാലിക് റോപ്പ് അല്ലേ. മോളിപ്പോൾ സ്റ്റക്കായി. റേറ്റ് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാം. भाई इसको कितना रेट है? 1000 कितना है? 1000 പെർ ഹെഡ്. ആ, അതായത് ഒരാൾക്ക് 500 രൂപ വരുന്നത്. 2 പേർക്ക് വരുമ്പോൾ 1000 വരും. അത് കപ്പിളായിട്ടുള്ളത് ഓടിക്കോളം തോന്നുന്നു. 2 എണ്ണമുള്ളതുകൊണ്ട്. ഈ ബോൾ കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ, ഇതിൽ കൂടെ നമ്മൾ ഉള്ളിൽ കയറ്റിയിട്ട് ഇത് കണ്ടോ, ഇതിനകത്തൂടെ നമ്മളെ ഉള്ളിൽ കയറ്റി നമ്മൾ അതിനകത്ത് ഒരു ലോക്കാവും, ഒരു വാക്കം പോലെ നമ്മൾ അതിനകത്ത് ലോക്കാവും. ലോക്കാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ കണ്ടോ, അതിനകത്ത് ബെൽറ്റൊക്കെ ഉണ്ട്. സേഫാണ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് കണ്ടോ, ഇതുവഴി 2-3 പേര് പിടിച്ച് ഇങ്ങനെ ഉരുട്ടി അപ്പോൾ നമ്മളിങ്ങനെ മറിഞ്ഞ് നമ്മൾ താഴം വരെ കൊണ്ടുപോകും. അത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ഇത് കണ്ടോ, ഇത് യാക്കാണ്. ഇവിടെ യാക്കുണ്ട്. അപ്പോൾ യാക്കിൻ്റെ പുറത്ത് കയറ്റി ഇങ്ങനെ ഒരു സഫാരിയാണ്. അപ്പോൾ അത് എത്രയാണെന്ന് ചുമ്മാ റേറ്റ്, നമുക്കത് പോകാൻ താല്പര്യമില്ല എന്തായാലും. പക്ഷേ ചുമ്മാ റേറ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കാം എന്താണെന്നുള്ളതിൻ്റെ. ഇവിടെ വരുന്ന ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുത്തേ. भाई साहब कितना है राइड को? कितना? एक का 300 रुपये में, एक आदमी का? हाँ जी 300. हाँ जी, यहाँ से जाएगा आगे तक जाएगा, आगे से घूम जाएगा, एक राउंड होगा इसका। हाँ 300 किधर तक जाएगा? एक जाएगा यहाँ से आगे, जो ढाबा दिखाई दे रहा है ना नाले के पास, हाँ वहाँ तक जाएगा। यहाँ से रिटर्न जो वो पानी पीने के लिए लेके गया उधर ही है, उधर तक जाके वापस आएगा. हाँ, ഇതാണ് യാക്ക്. ഒരാൾക്ക് ആളൊന്നിന് 300 രൂപ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറ്റിയിട്ട് നമ്മൾ കുറച്ച് പിന്നെ കാണിച്ചില്ല വെള്ളം കുടിക്കാനുള്ള സ്ഥലം, അവിടം വരെ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്, അവിടം വരെ കൊണ്ടുപോയിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു യാക്ക് സഫാരി. നമ്മളിങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ സ്നാക്കിങ്ങിന് എടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ് ഉണ്ട്, കാഷ്യൂ, ബദാം, ഇതൊക്കെ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ മാഗി കിട്ടും. മാഗി ഞങ്ങൾ കഴിച്ചായിരുന്നു. മാഗിക്ക് 70 രൂപ മാഗി, ഒരു ചായക്ക് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 2 ചായ ഒരു മാഗി മേടിച്ച് കഴിച്ച്. കുഴപ്പമില്ല, ഒരു ചെറിയ ചൂട് കിട്ടും ഈ മഞ്ഞത്ത്, നൈസാണ്. ഇവിടെ അടുത്ത് ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്ന കപ്പിൾസൊക്കെ ആയിട്ട് വന്ന ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചുമ്മാ ഒന്ന് റേറ്റ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. भाई साहब फोटो कितना है? कितना? 100. ആ, ഈ രണ്ടിടത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് നമ്മുടെ പേര് പേരില്ല, ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് കണ്ടോ എഴുത്തൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉണ്ടോ. 100 രൂപയാണ്. കുഴപ്പമില്ല, നൈസാണ്. പിന്നെ ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഇത് കണ്ടോ, ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കി വിടും രണ്ടിടത്തുനിന്ന്. ഇത് ഇവിടുത്തെ ഒരു ഗെയിമാണ്. ഗെയിമല്ല, ഒരു റൈഡാണ്. ഈ ട്യൂബിൽ നമ്മളെ ഇരുത്തിയിട്ട് അവിടുന്ന് കണ്ട് ഇങ്ങോട്ട് തെന്നിച്ചു വിടും. ഇത് ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ട്യൂബാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ വലിയ ടയറില്ലേ, ആ ടയറിനകത്ത് കാറ്റടിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് ഉരുട്ടി വിടും. സംഭവം സെറ്റാണ്. ഇത് സ്കേറ്റിംഗ് ഏരിയയാണ്. കണ്ടോ, ഏരിയ മൊത്തം ക്ലിയർ ചെയ്തിട്ടേക്കാണ് ഫുൾ ആൾക്കാർ സ്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് സ്കേറ്റിങ്. സ്കേറ്റിങ്ങിന് പോകണോ? വേണ്ട,
സ്കേറ്റിംഗ് വേണ്ടെന്നാണ് പറയുന്നത്. വിളിക്കട്ടെ. ആ സിപ്പ് ലൈനിൽ കയറാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അടൽ ടണലിൽ പോവാൻ നമുക്ക് നോക്കാം. അവിടെ മഞ്ഞ് വീണ് മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോവാം. ആ